സെയിൽസ്. നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഒരു സെയിൽസ് എൻട്രി എങ്ങനെ ചെയ്യാമെന്നത് ക്വിക്കായി നോക്കാം. ആദ്യം വൗച്ചർ തുറന്ന് സെയിൽസ് സെലക്ട് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഐറ്റം ഇൻവോയ്സും സർവീസ് ഇൻവോയ്സും. നിങ്ങൾ ഗുഡ്സ് വിൽക്കുന്നുണ്ടെങ്കിൽ ഐറ്റം ഇൻവോയ്സ് ആയും സർവീസ് വിൽക്കുന്നുണ്ടെങ്കിൽ സർവീസ് ഇൻവോയ്സ് ആയും സെയിൽ എൻട്രി ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ്. ഡിഫോൾട്ട് ആയി ക്യാഷ് കസ്റ്റമർ ഉണ്ടാകും. ക്യാഷ് സെയിൽ ആണ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് കസ്റ്റമർ മതിയാകും. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ സ്പെസിഫിക് കസ്റ്റമർ സെലക്ട് ചെയ്യണം. ഓൾറെഡി ക്രിയേറ്റഡ് കസ്റ്റമർ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. പുതിയ കസ്റ്റമർ ആണെങ്കിൽ ക്രിയേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കസ്റ്റമറിനെ താൽക്കാലികമായി സെലക്ട് ചെയ്യാം. കസ്റ്റമർ സെറ്റ് ആയതിനു ശേഷം ഡേറ്റ് പോലുള്ള ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. ചേഞ്ച് ചെയ്യാനില്ലെങ്കിൽ ഐറ്റം സെലക്ഷനിലേക്ക് പോകാം. ഐറ്റം സെലക്ട് ചെയ്യുക, ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക. പ്രോഡക്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ റോയിൽ എൻ്റർ ചെയ്ത് ടിക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ലൈനിലേക്ക് മൂവ് ചെയ്യുക. ഇവിടെ എക്സാമ്പിളിനായി ഒരു പ്രോഡക്റ്റ് മാത്രം സെയിൽ ചെയ്യുന്നുള്ളൂ. അഡീഷണൽ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ലെഡ്ജർ സെലക്ട് ചെയ്ത് എമൗണ്ട് എൻ്റർ ചെയ്യുക, ടിക്ക് ചെയ്യുക. ഇനി മേക്ക് പേയ്മെന്റ് ഓപ്ഷൻ ഡിസ്കസ് ചെയ്യാം. കംപ്ലീറ്റ് ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ ക്യാഷ് ഓട്ടോ സെലക്ടഡ് ആയിരിക്കും. മൾട്ടി പേ മോഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് എന്നിവ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് എമൗണ്ട് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഇവിടെ എക്സാമ്പിൾ ക്യാഷ് പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. പിന്നെ സേവ് ക്ലിക്ക് ചെയ്യുക. സെയിൽസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണും. പ്രിന്റ് വേണമെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻവോയ്സ് പ്രിന്റ് റെഡി ആവും. മുമ്പ് ചെയ്ത എല്ലാ സെയിൽസും സെയിൽസ് ലിസ്റ്റ് പേജിൽ ലഭ്യമാണ്. മോർ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ സെയിൽസിന്റെ വ്യൂ ഓപ്പൺ ചെയ്യുക. റീപ്രിന്റ് വേണമെങ്കിൽ റീപ്രിന്റ് ഓപ്ഷനും എഡിറ്റ് ചെയ്യാൻ പെൻ ഐക്കണും ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്.